ഒരു കുക്കർ പൊട്ടിത്തെറിച്ച കോലാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ അടുക്കളയിൽ മൊത്തം ചെതറി കിടക്കുന്നത് ബീഫാണ്. ഇന്ന് ഞങ്ങൾ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചു. അങ്ങനെ കുക്കറിലൊക്കെ വെച്ച ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി സവാളയൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നായിരുന്നേ. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഇതൊക്കെ നേരാക്കുന്നത് ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ. സിനിമയും കണ്ടിട്ട് ആ ജനൽമേ അങ്ങനെ ഫോൺ വെച്ച് സിനിമയും കണ്ടിട്ട് അങ്ങനെ നേരാക്കുക. ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ഉള്ളിയൊക്കെ എടുത്തിട്ട് കുറച്ച് വിട്ട് മാറി പുറത്ത് നിന്നിട്ടാണ് കേട്ടോ നേരാക്കിയത്. അത് കാരണം കൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ നേരാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒച്ച കേട്ടത്. അങ്ങനെ ഒച്ച കേട്ട് പോയി വെക്കുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെയൊക്കെ കണ്ടത്. 500 രൂപയ്ക്ക് ബീഫ് മേടിച്ചായിരുന്നു. ബീഫ് മൊത്തം പുറത്ത് പോയി. പിന്നെ ഇതാ ഈ റാക്കിൻ്റെ മേലെ വെച്ചിരിക്കുന്ന എൻ്റെ പൊടിപ്പാത്രങ്ങളൊക്കെ താഴെ വീണിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കടുകിൻ്റെ പാത്രമൊക്കെ തുറന്നിട്ട് കടുകൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് എൻ്റെ കണ്ണന് ഇവിടെ ഉണ്ടായിരുന്നില്ല. അവൻ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. ഗ്യാസ് സ്റ്റൗ വെച്ചിരുന്നത് ഒരു മരത്തിൻ്റെ മേശേൻ്റെ മേലായിരുന്നു. അപ്പോൾ അത് വെച്ച ഭാഗമൊക്കെ താഴേക്ക് നല്ലപോലെ അടർന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിൻ്റെ അടപ്പ് നേരെ ചെന്ന് തെറിച്ചത് ഇതാ ഈ ഒരു സ്ലാബിൻ്റെ മേലെയാണ് കേട്ടോ. അവിടെ കണ്ടോ ആ ബീഫിൻ്റെ പീസൊക്കെ കിടന്നിരിക്കുന്നത്. അതൊന്നും എടുത്തിട്ട് കുറച്ച് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ ഉണ്ടായിരുന്നു. ബീഫ് കറി വെച്ച് കൊടുക്കുന്നതല്ലാണ്ട് എനിക്കിതിൻ്റെ സ്മെല്ലോ ടേസ്റ്റോ എനിക്കിഷ്ടമല്ല. അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ എനിക്കറിയില്ല, എന്തൊക്കെയോ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ബീഫിൻ്റെ വെള്ളവും ബീഫൊക്കെ തെറിച്ചിട്ട് റൂം മൊത്തം ബീഫിൻ്റെ ഒരുമാതിരി സ്മെല്ല് നിറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുവിധം ഞാനതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് കുക്കർ പൊട്ടിത്തെറിച്ചപ്പോൾ അതിൻ്റെ അടപ്പ് തട്ടിയിട്ട് ഈ സ്ലാബിൻ്റെ ഒരു ഭാഗമൊക്കെ പൊട്ടിപ്പോയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആലോചിച്ചു കേട്ടോ, ഇതൊക്കെ പൊട്ടിത്തെറിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എൻ്റെ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്നെ കാണില്ലല്ലോ. അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഗ്യാസിലും കുക്കറിലൊക്കെ പണിയണവർ നല്ല രീതിക്ക് ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കുക കേട്ടോ.